ശ്രീനാരായണ ചരിത്ര പഠന കോൺഗ്രസ് സംഘടനയെ ശക്തിപ്പെടുത്തുക, ആദർശത്തെ തിരിച്ചുപിടിക്കുക എന്ന ഈ മുദ്രാവാക്യം വെച്ചുകൊണ്ടുള്ള ഈ ചരിത്ര പഠന കോൺഗ്രസ്സിൽ പങ്കെടുക്കണമെന്ന് ആലോചിച്ച് തീരുമാനിച്ചതാണെങ്കിലും സംസാരിക്കാൻ അവസരം കിട്ടിയത് വളരെ യാദൃശ്ചികമായിട്ടാണ്. നമ്മളുടെ ജീവിതത്തിൽ യാദൃശ്ചികമായ ഇതേപോലെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ നടക്കാറുണ്ട്. നമ്മൾ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ യാദൃശ്ചികതകൾ നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ചിന്തയെയും നമ്മളുടെ വ്യക്തിത്വത്തെയും വളരെയധികം മാറ്റി തീർത്തിട്ടുണ്ട്. എന്നാൽ ബോധപൂർവമുള്ള പ്രവർത്തനങ്ങൾക്ക് ചരിത്രത്തിലും നമ്മളുടെ ജീവിതത്തിലും ഒക്കെ വലിയ പങ്കാളിത്തമുണ്ട് താനും. എന്തായാലും ഇങ്ങനെയൊരു അവസരം തന്ന സംഘാടകരോട് നന്ദി ആദ്യമേ പറയുകയാണ്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവം, ശ്രീനാരായണ ചരിത്ര പഠന കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഉൾപ്പെടെയുള്ള ഈഴവ സമുദായത്തിൻ്റെയും തമിഴ്നാട്ടിലെയും ഒക്കെയുള്ള അവർണപക്ഷ ജനങ്ങളുടെ ചരിത്രത്തെ സംബന്ധിച്ചും ദ്രാവിഡ ജനതയുടെ ചരിത്രത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ഒരു പഠന കോൺഗ്രസ്സിൽ പങ്കെടുത്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധത്തെ ഉൾക്കൊള്ളിച്ച് ഈഴവരുടെ ചരിത്രത്തെ ആധികാരികമായി എഴുതുകയും അത് പുസ്തകമാക്കുകയും ചെയ്ത ഒരു പുസ്തകത്തെ പറ്റിയാണ് ആദ്യമേ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അത് ആ പുസ്തകം അവിടെ നിങ്ങൾക്ക് കിട്ടും. 1986 ചരിത്ര കൗൺസിലിൻ്റെ അവാർഡിന് അർഹമായ ഈഴവ തീയ ചരിത്രം എന്ന പുസ്തകമാണത്. അത് എഴുതിയത് ഈ നാരായണൻ എന്ന ആളാണ്. പെട്ടെന്ന് ഓർമ്മ വന്നത് ആ ചരിത്ര പഠന കോൺഗ്രസ്സിൽ അവതരിപ്പിച്ച പ്രബന്ധത്തെ പറ്റിയാണ്. ഈഴവ സമുദായം വന്നതല്ല, ഇവിടെ ഉള്ളത് തന്നെയാണെന്ന് നമുക്ക് ബോധ്യമാകാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണത്. ഈഴവർ വന്നവരാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം എനിക്ക് തോന്നുന്നത് ഈ മണ്ണിന് അവകാശികളല്ല, ഈ മണ്ണിലെ ജീവിതത്തെ വികസിപ്പിക്കുന്നതിനും ജീവിതത്തെ രൂപകൽപ്പന ചെയ്യുന്നതിലുള്ള അധികാര സാമൂഹിക വ്യവസ്ഥയിൽ പങ്കാളിത്തം നിഷേധിക്കുകയും ചെയ്യുന്നതിന് അവരുടെ ഈ മണ്ണിലെ അസ്തിത്വത്തെ നിഷേധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ജീനുകൾ പരിശോധിച്ചാൽ ഇവിടുത്തെ മാത്രമല്ല ഏതു ജനതയുടെയും ജീനുകൾ പരിശോധിച്ചാൽ വളരെയധികം ജനങ്ങളുടെ ജനിതകം സമ്മിശ്രമായി ഇട്ടുണ്ടാവും. ഒരിക്കലും ഈ വിഷയം ഞങ്ങളുടെ പത്തനംതിട്ടയിലെ അടൂരിലെ ഒരു കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന ഗവേഷകർ ഗവേഷണം ചെയ്യുകയും ഈഴവരുടെ ജനിതകത്തിൽ യൂറോപ്പിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള, അഫ്ഗാനിസ്ഥാൻ വഴി കടന്നു വന്നിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള റഷ്യൻ മണ്ണിലൂടെയൊക്കെ സംക്രമിച്ചു വന്നിട്ടുള്ള ഒരു ജനതയുടെ ജനിതക സങ്കലനം ഉണ്ട് എന്ന്, അതുകൊണ്ട് ഈഴവർ ഇവിടുത്തെ ജനതയല്ല എന്നും വലിയൊരു വാർത്ത വന്ന അന്നത്തെ മനോരമയിൽ. അന്ന് ജീവിച്ചിരുന്ന ഡോക്ടർ MS ജയപ്രകാശ് സാറും ഞാനും തമ്മിൽ ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നുകയാണ്. അത് ഇതാണ്: എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല പ്രധാന പ്രശ്നം. എവിടെ നിന്ന് വന്നു എന്ന് നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണരും ഇവിടെ നിന്ന് വന്നവരല്ല. ദ്രാവിഡ ജനതയുടെ പൗരോഹിത്യത്തെ സ്വാംശീകരിക്കുകയും അവർ ബ്രാഹ്മണ പൗരോഹിത്യത്തിലേക്കും ബ്രാഹ്മണ ഇതിലേക്കും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണരുടെ ചില വിഭാഗങ്ങളുടെ ജനിതകം പരിശോധിച്ചാൽ അവർ ദ്രാവിഡരാണ്, വന്നു കയറിയവരല്ലെന്ന് വാദിക്കാൻ കഴിയും. പക്ഷേ ഇവരുടെ സാമൂഹ്യാവസ്ഥ, ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ തട്ടിൽ അവരെവിടെയാണ് നിൽക്കുന്നത്? അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എവിടെ നിന്ന് വന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ
ചരിത്ര വസ്തുതകളായി ജനിതകത്തെ എടുക്കുകയല്ല വേണ്ടത്, സാമൂഹ്യ ജീവിതത്തിൻ്റെ തൽസ്ഥിതിയെയാണ് എടുക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈഴവർ എവിടെ നിന്ന് വന്നാലും ഈഴവർ ഇവിടെ ജീവിച്ചത് എങ്ങനെ, ഇവിടുത്തെ സാമൂഹിക അവസ്ഥ എന്ത് എന്നുള്ളതാണ് ചരിത്രകാരന്മാരുടെയും സാമൂഹിക ശാസ്ത്രകാരന്മാരുടെയും പരിശോധനാ വിഷയമാകേണ്ടത്. അതാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈഴവ വിഭാഗം ഒരു കാലത്ത് വ്യത്യസ്ത ജോലികളും ഭരണ തട്ടുകളിലും ഉണ്ടായിരുന്ന ജനത തന്നെയാണ്. അതിൽ ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള ചില വ്യാവസായിക ചില പരിഷ്കരണങ്ങളെയും അതുപോലുള്ള ചില കച്ചവടങ്ങളെയും മത ഘടകങ്ങളെയും ഒക്കെ സ്വാംശീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈഴവ ജനവിഭാഗത്തിൻ്റെ ഒരു നില തീരുമാനിക്കുവാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ ചരിത്രത്തിലേക്കും പുറകോട്ടും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എന്താണ് സ്വീകരിക്കേണ്ടത്, ഇപ്പോഴത്തെ ജീവിതാവസ്ഥയിൽ നമുക്ക് എവിടെ നമ്മൾ നിൽക്കുന്നു, എവിടേക്കാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ ഇതുവരെ വന്ന വഴികൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ചരിത്രം പഠിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം ഇന്ന് നമ്മളുടെ മുമ്പിലുണ്ട്. ചരിത്രത്തെ നിഷേധിക്കുന്ന, ചരിത്രം പ്രസക്തമല്ല, ചരിത്രം നോക്കേണ്ടതില്ല, ദർശനം നോക്കേണ്ടതില്ല എന്നുള്ള വ്യാഖ്യാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. ചരിത്രത്തെ നിഷേധിക്കുന്ന ഏറ്റവും വലിയൊരു പുസ്തകമായി നമ്മളുടെ മുമ്പിൽ കുറച്ചു കാലം മുമ്പ് വന്നിട്ടുള്ള സാപ്പിയൻസ് എന്ന് പറയുന്നൊരു പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചരിത്ര നിഷേധത്തിൻ്റെ ഒരു ഘടകം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ദർശന നിഷേധത്തിൻ്റെയും ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തെ തമസ്കരിക്കുകയും മറക്കുകയും ചെയ്താൽ ആ ജനത ഓർമ്മ നഷ്ടപ്പെട്ട ഒരു ജനതയുടെ കൂട്ടാവും. നമ്മൾ ഇന്നലെ വരെ എവിടെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചിന്തിച്ചത്, നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണത് പരിഹരിച്ചത്, അതിൻ്റെ പോരായ്മ എന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമേ നാളെ നമുക്ക് ഇന്നുള്ള വിഷയങ്ങളെ എടുത്ത് എങ്ങനെ നമുക്ക് പരിഹരിക്കണമെന്ന് ഇതുവരെയുള്ള അനുഭവങ്ങളെ എടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൻ്റെ തൊട്ടടുത്തെത്തുകയും വർത്തമാന കാലഘട്ടത്തിലെ പ്രശ്നങ്ങളുടെ ഒരു സാമാന്യ എന്ന് പറയുന്ന കൂട്ടായ പരസ്പര പങ്കുവെക്കലിലൂടെ നാളേക്ക് പോകുവാനുള്ളൊരു തുറവി കണ്ടെത്തുകയും ചെയ്യുന്നതിനാണ് ചരിത്രം. അഥവാ ചരിത്രം വർത്തമാന കാലഘട്ടത്തിലെ അടഞ്ഞ വാതിലുകൾ തുറക്കുവാനുള്ള താക്കോലുകളായിട്ടാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ആ നിലയിൽ ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നുണ്ട്. ചരിത്രം മറന്നാൽ തീർച്ചയായും അത് ഓർമ്മ നഷ്ടപ്പെട്ട മനുഷ്യരുടെ കൂട്ടാകും. അതുകൊണ്ട് ചരിത്രം പഠിക്കുക, ചരിത്രത്തെ പങ്കുവെക്കുക, മുന്നോട്ട് പോകുവാനുള്ള വഴി ആലോചിക്കുക, നാളെ എങ്ങനെ ജീവിക്കണമെന്നുള്ളൊരു ഭാവന നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ചരിത്ര പഠനത്തിൻ്റെ ബാക്കി എന്ന് പറയുന്നത് നാളെ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന വിഷയം തന്നെയായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ചരിത്ര പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാകൂ. എൻ്റെ ഒരു പങ്കാളിത്തം നിങ്ങളെ ഒന്ന് രണ്ട് കാര്യം ഓർമ്മപ്പെടുത്തുക എന്നത് മാത്രമാണ്. ചരിത്രം പഠിച്ചാലും ചരിത്രത്തെ നമ്മൾ അന്വേഷിച്ചാലും നമ്മൾ മറ്റ് തത്വശാസ്ത്രങ്ങൾ പഠിച്ചാലും ശ്രീനാരായണ ഗുരുവിനെയോ ഡോക്ടർ പൽപ്പുവിനെയോ നമ്മളുടെ സാമുദായിക മഹാന്മാരെ ശ്രദ്ധിച്ചാലോ പഠിച്ചാലോ അവരിൽ നിന്ന് നമ്മൾ എന്താണ് സ്വീകരിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് 2-3 കാര്യം മാത്രമേ എനിക്കൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളൂ. അത് ഇന്നലത്തെ ക്ലാസ്സിൽ നിന്ന് ഞാൻ സാംശീകരിച്ചെടുത്തതാണ്. അതിനു മുമ്പ് എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു, ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നലത്തെ ക്ലാസ് കുറച്ചുകൂടെ എനിക്ക് ആ കാര്യത്തിൽ ഒരു ഷെയർ ചെയ്യാൻ തക്കവണ്ണം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതാണ്, നീതി എന്നുള്ളതാണ്. നീതിയെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ എല്ലാ കാര്യങ്ങളും പറയുക എന്നുള്ളതല്ല. എൻ്റെ അച്ഛൻ തിരുമുകാരനും
സാധാരണ ഒരു കർഷക കുടുംബത്തിൽ കാർഷിക വൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളുമാണ്. കുടുംബത്തിൽ ഈ തിരുമ്മ് ഉണ്ടായിരുന്നത് കൊണ്ട്, ഈ കുടുംബപരമായ തിരുമ്മിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നത് കൊണ്ട് അവരാരും പൈസ വാങ്ങിയിരുന്നില്ല. പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ, ചികിത്സകൾ ധർമ്മ രീതിയിലാണ്, പൈസ വാങ്ങിയില്ല, എന്തെങ്കിലും കൊടുത്താൽ വാങ്ങും, അങ്ങനെയുള്ളൂ. അതുകൊണ്ട് എൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു. അപ്പോൾ ആ നിലയിൽ ഞാനും ഒരു തിരുമുകാരനായി. ഇപ്പോഴും തിരുമ്പ് ജോലി, പഞ്ചകർമ്മയൊക്കെ എനിക്കറിയാം, തിരുമറിയാം. ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും ചെയ്യാനറിയാം. അപ്പം ഇപ്പോഴും ആശുപത്രിയിൽ അവർ വിളിക്കും, ഇന്നലെ ഇങ്ങോട്ട് പോരേണ്ടത് കൊണ്ട് ഒരു കരുനാഗപ്പള്ളിയിൽ ഒരു ഹോസ്പിറ്റലിൽ തിരുമാൻ പോകുന്നത് വേണ്ടാന്ന് വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മറ്റൊരു തിരുമുകാരനെ ഞാൻ ഒരു 5-8 വർഷത്തിന് മുമ്പ്, 10 വർഷത്തിന് മുമ്പ് പരിചയപ്പെട്ടു. യാദൃശികമായ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ഓഫീസിൽ വെച്ചാണ്. അപ്പോൾ അത് എന്നോട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പറഞ്ഞത്, ഈ ഇരിക്കുന്ന ആൾ തിരുമുകാരനാണ്, നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പറഞ്ഞു. സംസാരിച്ചപ്പോൾ പുള്ളിക്കാരന് നല്ലോണം തിരുമറിയാം, മർമ്മങ്ങളറിയാം. ഈ മർമ്മശാസ്ത്രങ്ങളൊക്കെ ഒത്തിരി നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, പഠിപ്പിക്കുക എല്ലാവരെയും. അതുകൊണ്ട് ഈ ശോഷണം വന്നു അങ്ങനെ പോയി. അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുമ്പളാമ്പൊയ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ പ്രശസ്തനായ ഒരു തിരുമുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. അതുകൂടി അറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടി. അങ്ങനെ ഞങ്ങൾ വളരെ നേരം ഇരുന്ന് സംസാരിച്ചെങ്കിലും കുറച്ച് അതിനുശേഷം ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഒത്തിരി കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ബാബു എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഞാൻ അദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത് പത്രത്തിലൂടെയാണ്. പുള്ളിക്കാരൻ്റെ തിരുമുശാലയിൽ 2 സ്ത്രീകളെ കൊല്ലുകയും ശരീരം കീറി മുറിച്ച് അവയവങ്ങളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കറി വെച്ച് കൂട്ടിയെന്നുമാണ് കേൾക്കുന്നത്. ഞാൻ ആലോചിച്ചു, ആ തിരുമുകാരന് ഞാനും ഒരു തിരുമുകാരനാണല്ലോ. അതിനുശേഷം തിരുമുകാരനെന്ന് പറയാൻ തന്നെ എനിക്ക് മടി തോന്നി കേട്ടോ. അദ്ദേഹം ഈഴവനാണ്. അദ്ദേഹം ഈഴവനാണ് എന്നുള്ളത് നിങ്ങൾക്ക് വിഷമമുണ്ടോ? നിങ്ങൾ വിഷമിക്കുന്നെങ്കിൽ എന്ത് കാര്യത്തിലാണ് വിഷമിക്കുന്നത്? അപ്പോൾ അദ്ദേഹവും ഞാനും തമ്മിലുള്ള തിരുമുകാരൻ ഒരേ തൊഴിൽ ചെയ്യുന്നുള്ള ആളാണ്, ഒരേ സമുദായത്തിലുള്ള ആളാണ്. അദ്ദേഹവും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം? എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അതിന് ഞാൻ കണ്ടെത്തിയ വഴി, അതിന് കണ്ടെത്തിയ ഉത്തരം ഈ ശാസ്ത്ര കോൺഗ്രസിൻ്റെ പ്രസക്തിയിൽ അടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ കാലത്തെ ശാസ്ത്ര കോൺഗ്രസിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞത്. ചരിത്രം പഠിച്ചാലും മഹാന്മാരെ പഠിച്ചാലും തൊഴിൽ ചെയ്താലും ഒരേ സമുദായത്തിലുള്ള ആളുകളായാലും അവർക്ക് ബേസിക്കായിട്ട് നീതിബോധം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരിക്കണം. അതെങ്ങൊന്നും ചന്തയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന കാര്യമല്ല. എന്താണ് നീതിബോധം? അവൻ എന്നോട് നീതി കാണിച്ചില്ല, എനിക്ക് നീതി കാണിക്കാൻ പറ്റിയില്ല, നീതിയോട് പെരുമാറാൻ പറ്റിയില്ല, അല്ലേ? നമ്മുടെ മക്കളെ അടിച്ചു കൊന്ന് കോളേജിൽ വെച്ചിട്ട് അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണം, നീതി കിട്ടണം. ആത്മാവിന് ശാന്തി നീതിയും കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളിവിടെ ഇനിയിപ്പോൾ ജീവിക്കില്ല, അവശേഷിക്കില്ല നമ്മൾ. അപ്പോൾ എന്താണ് നീതി? ഈ നീതി ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ഞാനെന്ന തിരുമുകാരനും ആ തിരുമുകാരനും തമ്മിലുള്ള വ്യത്യാസം. ഈഴവ സമുദായത്തിലുണ്ടാകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈഴവർ വൈദ്യപാരമ്പര്യമുള്ളവരാണ്, ആയുർവേദ പാരമ്പര്യമുള്ളവരാണ്. നമ്മളാണ് അതിൻ്റെ ജനത, ചികിത്സയുടെ ജനത നമ്മളാണ്. ആയുർവേദ പുസ്തകങ്ങൾ നേരത്തെ ചരകസംഹിതയൊക്കെ തുടങ്ങുന്നത് ബുദ്ധായ നമ എന്ന് പറഞ്ഞായിരുന്നു, ഇല്ലേ? പിന്നീടാണത് ധന്വന്തരിയിലേക്ക് മാറുന്നത്. കഥ വന്നതിന് ശേഷമാണ്. ആയുർവേദത്തിൻ്റെ
ആസ്ഥാന ഗുരുവായി നമ്മൾ കണ്ടിരുന്നത് ബുദ്ധനെയാണ്. അതൊക്കെ നമ്മൾ മറന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ധർമ്മ ചികിത്സ ചെയ്യണം എന്ന സങ്കല്പം മാറി. അതുകൊണ്ട് ചികിത്സയിൽ നിന്ന്, തിരുമ്മിൽ നിന്ന് പ്രതിഫലം കിട്ടണം. പ്രതിഫലം ഉണ്ടാവണം, അത് ശരി തന്നെ. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ കടമൊക്കെ തീർക്കാൻ തക്കവണ്ണം കിട്ടണം, അതിർവരമ്പുകൾ ഭേദിച്ച്. സ്വാഭാവികമായും അത് ജീവിതത്തിൻ്റെ നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടുന്ന, സ്വയം രൂപപ്പെടുത്തേണ്ടുന്ന, സ്വയം ക്രമീകരിക്കേണ്ടുന്ന നിയന്ത്രണങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു കടന്നു. നമ്മൾ സ്വയം രൂപീകരിക്കേണ്ടതും ആവിഷ്കരിക്കേണ്ടതും ബോധപൂർവം ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടതുമായ ഒരു കാര്യമാണ് നീതി. എന്താണ് നീതി? അനീതി അല്ലാത്തത് നീതി, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ, വളരെ ലളിതമായി. പക്ഷെ നീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എൻ്റെ ജീവനെ സംരക്ഷിക്കുവാൻ ഞാൻ എന്തൊക്കെ ചെയ്യും. എന്നെ ഒരാൾ കൊല്ലാൻ വന്നാൽ ഞാൻ അതിനകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും നോക്കും, ഇല്ലേ? അങ്ങനെ എൻ്റെ ജീവനെയും എൻ്റെ ആത്മാഭിമാനത്തെയും സംരക്ഷിക്കുവാൻ ഞാൻ എന്തെല്ലാം ചെയ്യുന്നുവോ അത് മറ്റൊരാൾക്ക് ചെയ്യാനുള്ള അവകാശത്തെയും അംഗീകരിക്കലാണ് നീതി. നീതിയുടെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. ഇന്നലെ ആരോ സംസാരിച്ചല്ലോ, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ്? നമ്മളോട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മളോട് തന്നെയാണ്. അതിൽ തൊട്ടാൽ അത് ഉടനെ വാടുന്നു എങ്കിൽ അതിൻ്റെ ജീവനെ സംരക്ഷിക്കാനുള്ള പ്രതിരോധമാണ് എങ്കിൽ, അതിൻ്റെ അതിൻ്റെ ജീവനെ സംരക്ഷിക്കാനുള്ള പ്രതിരോധമാണെങ്കിൽ, മാർഗമാണെങ്കിൽ, ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത് ബേസിക്കായിട്ടുള്ളൊരു സങ്കല്പമാണ്. ജീവന് പരിണാമമില്ല എന്നൊരു സങ്കല്പമുണ്ട്, കേട്ടിട്ടുണ്ടാവുമല്ലോ. ജീവന് പരിണാമമില്ല എന്നൊരു സങ്കല്പമുണ്ട്. ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയകളുടെ സ്വയം ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാക്കാനുള്ള കഴിവാണ്, പ്രത്യുൽപാദനം. അതേപോലെ വേറൊരു പതിപ്പുണ്ടാക്കാനുള്ള കഴിവിനാണ് ചയാപചയം നടത്തുക. ഊർജം സ്വീകരിക്കുകയും ഊർജം പുറന്തള്ളുകയും അതോടൊപ്പം സ്വന്തം പ്രതിരൂപത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നൊരു പ്രോസസ്സിനാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ എവിടെ ഇരിക്കുന്നോ ആ ബോഡിക്ക് മാത്രമാണ് പരിണാമം. ജീവന് പരിണാമമില്ല എന്നൊരു സങ്കല്പമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ജീവനെ സംരക്ഷിക്കുന്നതിന് പരിണാമമുണ്ടോ ഇല്ലയോ? ജീവനെ സംരക്ഷിക്കുവാൻ, ഒരു കടുവയുടെ ജീവനെ സംരക്ഷിക്കുവാൻ കടുവയ്ക്ക് വേറൊരു ജീവനെ തിന്നാം. അപ്പോൾ വേറൊരു ജീവനെ ആക്രമിക്കാം എന്ന് വരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ജീവന് പരിണാമമില്ല, ജീവശരീരത്തിന് പരിണാമമില്ല എങ്കിൽ പ്രകൃതിയിൽ ഇതിനും പരിണാമം ഉണ്ടാവണോ ഉണ്ടാവേണ്ടേ? ഒരു ചോദ്യമാണ്. പക്ഷെ മനുഷ്യനിലേക്ക് എത്തുമ്പോൾ ഇതിന് പരിണാമമുണ്ട്. ഈ പരിണാമം എന്ന് പറയുന്നത് ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി വേറൊരു ജീവനെ കൊല്ലാൻ പാടില്ല. ഞാൻ എൻ്റെ ജീവനെ സംരക്ഷിക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്യുന്നുവോ, ഞാൻ വേറൊരാളെ കൊല്ലാൻ തീരുമാനിക്കുന്നുവെങ്കിൽ അയാൾക്ക് എന്നെ കൊല്ലാനുള്ള അവകാശത്തെയും അംഗീകരിക്കലാണ്. അപ്പോൾ എന്തു ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റൊരാളെ എൻ്റെ ജീവനെ സംരക്ഷിക്കാൻ മറ്റൊരാളെ കൊല്ലാനുള്ള ശ്രമത്തിൽ നിന്ന് നമ്മൾ പിന്മാറും. അങ്ങനെ എൻ്റെ ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ, എൻ്റെ ആത്മാഭിമാനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നുവോ, എൻ്റെ ജീവനെ സംരക്ഷിക്കാനുള്ള അവകാശത്തിന് വേണ്ടി എന്തെല്ലാം ഞാൻ ചെയ്യുന്നുവോ, ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ പൗരനായിരിക്കുന്നതിന് എന്തെല്ലാം അവകാശങ്ങൾ നിർവചിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം മറ്റൊരാൾക്കും അവകാശപ്പെട്ടതാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നതാണ് നീതി.
അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജീവനാണ്. അത് ബേസിക്കായിട്ട് നമ്മൾ രൂപപ്പെടുത്തേണ്ടുന്ന ഒരു ബോധമാണ്. ഇതില്ലാതെ വരുമ്പോഴാണ് ഒരു തിരുമുകാരനായ ഞാനും ഒരു ഈഴവൻ തിരുമുകാരൻ 2 സ്ത്രീകളെ കൊന്ന് അതിൻ്റെ അവയവം കറിവെച്ച് കൂട്ടി എന്ന് പറയുന്ന സംഭവത്തിലേക്കും പോയത്. അങ്ങനെയെങ്കിൽ നമ്മൾ വളരെയധികം വിഷമിക്കണം, നമ്മൾ ദുഃഖിക്കണം, നമുക്ക് പ്രയാസമുണ്ടാകണം, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകണം. ഉണ്ടാകുന്നില്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാദശകം നിങ്ങളുടെ 7 അയലത്ത് വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. ഏതിലേക്ക് തിരിച്ചു പോകണം? ചരിത്രം പഠിക്കണം, വ്യക്തികളെ പഠിക്കണം, അവരുടെ തത്വങ്ങൾ പഠിക്കണം, അവരുടെ മൂല്യങ്ങൾ പഠിക്കണം. അങ്ങനെയെങ്കിൽ ആദ്യം പോകേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാദശകത്തിലേക്കാണ്. അവിടേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടത് ആധുനികതയുടെ സങ്കല്പം വെച്ചായിരിക്കണം. ഒരു നാവികൻ്റെ ആധുനിക സങ്കല്പം പോലെ ഒരു യന്ത്രത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നാവികൻ, ഒരു കപ്പിത്താൻ അല്ലേ? ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ. ഇന്ന് എന്നാണോ ഇങ്ങിരിക്കുന്ന നമ്മളാണോ? ചോദ്യമുണ്ടവിടെ. ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് ദൈവത്തെ അങ്ങെന്ന് വിളിക്കുകയാണോ ചെയ്തിരിക്കുന്നത്? അവിടെ ഇരിക്കുന്ന ദൈവം ഇവിടെ ഇരിക്കുന്ന നമ്മളെ കാത്തുകൊള്ളണം എന്നാണോ? അങ്ങ് ഇങ്ങ് എന്ന സങ്കല്പമാണോ അതിനകത്തുള്ളത്? എന്തായാലും അവിടേക്ക് സഞ്ചരിക്കുന്നത് ഒരു നാവികനെ പോലെ ആയിരിക്കണം, ആധുനിക സങ്കല്പത്തിൻ്റെ നാവികനെ പോലെ ആയിരിക്കണം എന്ന് ഗുരുവിനെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ആധുനിക സങ്കല്പത്തിൽ അനുകമ്പാദശകത്തിൽ ഏറ്റവും പ്രസക്തമായി പറഞ്ഞിരിക്കുന്ന നീതിയെ സ്വീകരിക്കാൻ പറ്റുമോ? ആധുനികതയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ, ആധുനിക പൗരനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയൊക്കെയാണ് പറയുന്നത് അല്ലേ? ഭരണഘടനയിൽ അതുണ്ടോ? ഭരണഘടനയുടെ ആമുഖം വായിച്ചു നോക്കണം ഇല്ലേ? നമ്മൾ ഇന്ത്യക്കാർ, ഞാൻ ഇന്ത്യക്കാരൻ എന്നല്ലല്ലോ പറഞ്ഞ്. നമ്മൾ ഭരണഘടന ഉണ്ടാകുന്നതിന് എത്രയോ വർഷം മുമ്പ് നാം, നമ്മൾ എന്ന് സംബോധന ചെയ്ത ഒരു മനുഷ്യൻ ഈ മണ്ണിലുണ്ടായിരുന്നു ഇല്ലേ? നമ്മളുടെ സമൂഹത്തെ പുതുക്കിപ്പണിത ഒരു മനുഷ്യൻ, ഒരു ചരിത്ര പുരുഷൻ, ഒരു യുഗപുരുഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം സംസാരിച്ചത് ഞാൻ എന്നല്ല, നമ്മൾ എന്നാണ്. ആ കാലഘട്ടത്തിലും ഈ ഭരണഘടനയിൽ ഇത് എഴുതുന്നതിന് മുമ്പും ഞാനും നമ്മൾ ഇല്ല. അതിനു മുമ്പ് എന്തേ ഉള്ളൂ? പ്രജയേ ഉള്ളൂ, അടിയത്തുങ്ങളെ ഉള്ളൂ ഇല്ലേ? അവിടെ തുല്യതയില്ല. ജാതി വ്യത്യാസത്തിൻ്റെ തട്ടുകളേ ഉള്ളൂ. അത് മാറി ഭരണഘടനയിലേക്ക്, ആധുനിക സങ്കല്പത്തിൻ്റെ ഭരണഘടനയിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ നമ്മൾ വന്നു. ആര് പറഞ്ഞ നമ്മൾ വന്നു? നമ്മൾ പറയുമ്പോൾ അതിന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു പറഞ്ഞ, അനുകമ്പാദശകത്തിൽ പറഞ്ഞ, എന്നെപ്പോലെ നിന്നെയും കരുതണം, എന്നെപ്പോലെ തന്നെ അവരനെയും കരുതണം, അവരൻ്റെ സന്തോഷത്തിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ സന്തോഷമെന്നൊക്കെ പറഞ്ഞ ആ നീതിബോധത്തിൻ്റെ, ജീവനെ ബേസായി കണക്കാക്കുന്ന ആ സങ്കല്പത്തിൻ്റെ മൂല്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞ നാം, നമ്മൾ എന്ന് പ്രയോഗിച്ച ഒരാളുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു. ആ നീതി ആധുനിക സങ്കല്പത്തിലേക്ക് ഒരു നാവികനെ പോലെ പോകുവാൻ നമുക്ക് സഹായകരമായ ഒന്നാണ് അന്നും ഇന്നും. അതുകൊണ്ട് നീതിബോധമുണ്ടാവുക എന്നുള്ളത് ഈഴവ സമുദായത്തിൻ്റെ വളരെ ബേസായിട്ടുള്ള ഒരു കാര്യമാണ്.
രണ്ടാമത്തെ കാര്യം സാഹോദര്യമാണ്. സാഹോദര്യം എന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത്? അത് ജനനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സഹ ഉദരൻ, അല്ലേ? ഒരു ഉദരത്തിൽ നിന്ന് തന്നെ പിറന്ന ആളിനെ പോലെ കരുതുന്ന സങ്കല്പം ശ്രീനാരായണ ഗുരു അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജനന പ്രക്രിയയെ സമാനമായ രീതിയിൽ ജനന പ്രക്രിയയെ കണക്കാക്കുന്ന വിഭാഗങ്ങളെയെല്ലാം ഒരു വംശമായി കണക്കാക്കിക്കൊണ്ട് അധികാര ശ്രേണിയിൽ സാമൂഹിക തലത്തിൽ തട്ടുതട്ടായി കണ്ടുകൂടാത്തവരാക്കി മാറ്റിയിരിക്കുന്നതിനെതിരെ സഹോദരങ്ങളെപ്പോലെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന ഒരു സങ്കല്പത്തിൻ്റെയും മൂല്യവ്യവസ്ഥയുടെയും തലത്തിലേക്ക് നമ്മളെ നയിച്ചിരുന്നു അന്ന്. അത് ആധുനിക സങ്കല്പത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയിലെ ഭരണഘടനാ സമിതിയിലെ എല്ലാ അംഗങ്ങളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ആ പ്രയോഗം ചേർത്ത് വെച്ചതിനകത്തുണ്ട് സാഹോദര്യം. ഈഴവ സമുദായത്തിന് അതിന്നുണ്ടോ? ഈഴവ സമുദായത്തിന് അതില്ല. ഈഴവ സമുദായത്തിനകത്തെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ഞണ്ടുകളെ പോലെ കാലെ പിടിച്ച് താഴോട്ട് വലിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറി എന്നാണ് പറയുന്നത്. അത് ശരിയുണ്ടെന്ന് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്തായാലും അതിനുവേണ്ടി ഞാൻ സമയം കളയുന്നില്ല. പക്ഷേ അത് ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടത്, ഉയർന്ന ജാതിയിലെ ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ട്. പക്ഷെ അത് ഒരു കവറിന് പുറത്തേക്ക് അത് പൊട്ടി ഒലിച്ച് വരാറില്ല. അതിൻ്റെ കാരണം അധികാര ശ്രേണിയിൽ സാംസ്കാരികമായി ഉയർന്ന തലത്തിൽ ഏകീകൃതമായി ജീവിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് പരസ്പരം അറിയാം എങ്ങനെ ഈ പദവി നഷ്ടപ്പെടുത്താതെ അവർക്ക് തുടരാൻ പറ്റും എന്നവർക്കറിയാം. ഒരിക്കൽ ഞാൻ ശിവസ്വരൂപാനന്ദ സ്വാമിയുടെ കൂടെ കൊട്ടാരക്കരയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ സ്വാമി ഞാനും തമ്മിൽ ഒത്തിരി തർക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സ്വാമിയുടെ കൂടെ കാറിന് ഞങ്ങൾ കൊട്ടാരക്കര ചെല്ലുമ്പോൾ ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൊട്ടാരക്കര കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേർ, 2 ക്ലാസ്സിലെ പിള്ളേർ സംയുക്തമായി നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിനെ വിളിച്ചിരിക്കുന്ന പയ്യൻ ഇടയ്ക്കിടയ്ക്ക് സ്വാമിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സ്വാമി അവിടെ പ്രസംഗിക്കാൻ പോകുന്നത്? അപ്പം സ്വാമി പറഞ്ഞു, ഞാനിങ്ങനെ ആധ്യാത്മികതയെ പറ്റിയൊക്കെ പറയാം. ഓ ശരി. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു, സ്വാമി എന്താ അവിടെ പറയാൻ പോകുന്നത്? അത് ഞാൻ പറയാം അവിടെ, അത് അവിടെ വന്നിട്ടാട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിൽ അവിടെ ചെന്നു. 1-2 കോളിലൂടെ വന്നു, സ്വാമി എടുത്തില്ല. അവിടെ ചെന്ന് കാറിൽ ഇറങ്ങിയപ്പോൾ ഈ പയ്യൻ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആ പയ്യൻ പറഞ്ഞത്, സ്വാമി എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത്? അന്നേരം സ്വാമി ചോദിച്ചു, എന്താടേന്ന് എനിക്ക് ഇത്ര പ്രശ്നം? ആ പയ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണേതര ആളുകൾക്ക് പൂജ ചെയ്യാനും അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കാത്തതിന് ബ്രാഹ്മണർക്കെതിരെ ഭയങ്കരമായ സംസാരമാണ്. അതുകൊണ്ട് ബ്രാഹ്മണർക്കെതിരെ സംസാരിച്ചാൽ ഞാൻ ക്ലാസ്സിൽ ഒറ്റപ്പെട്ടു പോകും. വളരെ സിമ്പിൾ കാര്യമാണല്ലേ? പക്ഷേ അതിനകത്ത് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കുട്ടി തൻ്റെ ക്ലാസ്സിലും തൻ്റെ ഇടങ്ങളിലും ഒറ്റപ്പെടാതിരിക്കുവാൻ ഒരാൾ പ്രഭാഷകനായി വരുന്ന വിഷയത്തിൽ വരെ കടന്ന് സ്വയം ചിന്തിക്കാൻ കഴിയുന്നതിലേക്ക് പരിശീലിതമായി എത്തിയിരിക്കുന്നു. നമ്മുടെ പിള്ളേരോ, അവർ തമ്മിൽ സാംസ്കാരികമായി തമ്മിലടിച്ച് തകർന്ന് പോകാതിരിക്കാൻ അവർ ജാഗ്രതയുള്ളവരാണ്. നമ്മുടെയുള്ള കുട്ടികളോ, നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരു വേദിയിലേക്ക് കയറുന്നതിന് പകരം പിടിച്ചു വലിക്കും പുറകോട്ട്, ഇല്ലേ?
ഇങ്ങോട്ട് മാറ്, നിനക്കതിന് കഴിയുമോ? പക്ഷേ ഉയർന്ന ജാതിയിലെ കുട്ടികളെ അവർ തള്ളിവിടും. നീ പോയി സംസാരിക്കടാ, നീ ഒരു ഡാൻസിന് ചേരടാ, നീ ഒരു 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 പാട്ടിന് ചേര്. അവസരങ്ങളിലേക്ക് അവർ തള്ളിവിടും. അവർക്കറിയാം ജനിക്കുമ്പോഴുള്ള ഒത്തിരി കഴിവുകളുണ്ട്, പക്ഷേ സാമൂഹികമായ പരിശീലനത്തിലൂടെയാണ് കഴിവുകൾ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് സാംസ്കാരികമായി തമ്മിലടിച്ച് ഈ അവസരം ഇല്ലാതാക്കരുതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഞണ്ടുകളെ പോലെയല്ല, അവർ സംഘടിതമായി അങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് പ്രവേശിക്കാൻ പരിശീലനം വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. നമ്മളോ ഞണ്ടുകളെ പോലെയാണ്, കാലെ പിടിച്ച് താഴോട്ട് വലിക്കും. അപ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിലും അവർ ആ സാംസ്കാരിക ഇടത്തിൽ നിന്നുകൊണ്ട് സഹോദരങ്ങളെപ്പോലെ അവർ പെരുമാറും. നമ്മളോ അങ്ങനെ പെരുമാറത്തില്ല. അപ്പോൾ സാഹോദര്യത്തിന് സമുദായത്തിൻ്റെ അകത്തൊരു സ്വഭാവം ഉണ്ടാവണം. അതുപോലെ തന്നെ ഈഴവ സമുദായത്തിൻ്റെ പുറത്തുള്ളവരോടും അങ്ങനെ ഉണ്ടാകണം. ഇപ്പോൾ ബ്രാഹ്മണ വിഭാഗം ഏറ്റവും ന്യൂനപക്ഷമാണ്. നമ്മൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മളുടെ 1-2 വീട്ടുകാർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു സൂത്രപ്പണിയുണ്ട്. എന്താണ്? അവിടെ താമസിക്കുന്ന ഏറ്റവും ഭൂരിപക്ഷമുള്ള സമുദായത്തിലെ ഏറ്റവും സ്വാധീനമുള്ളതും സമ്പത്തുള്ളതുമായ കുടുംബങ്ങളിലെ ആളുകളെ കൂടെ കൂട്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശബ്ദിച്ചു നിൽക്കാൻ കഴിയുന്ന അവരുടെ ഇടയിലെ ആളുകളെ തന്നെയോ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. നമ്മൾ ന്യൂനപക്ഷമാണെങ്കിൽ നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ ഇടയിലെ വിടവുകളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. അതൊരു യാഥാർത്ഥ്യമല്ലേ? സംരംഭകരായി തുടങ്ങണമെന്ന് ഇന്നലെ പറഞ്ഞല്ലോ. നമ്മളെന്ത് ചെയ്യും? സംരംഭകത്വം തുടങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ തുടക്കം, ചരിത്രത്തിലെ തുടക്കം, ഏഷ്യയിലെ തുടക്കം കേരളത്തിലാണ്. സത്യമാണ്, ഏഷ്യയിലെ തുടക്കം. അവർ പുതിയ സമൂഹത്തിലേക്ക് പ്രവേശിക്കാൻ പുതിയ രീതിയിൽ അവരുടെ അധ്വാന എല്ലാ രീതികളെയും അവർ പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചു. തമ്മിലടി കുറവായിരുന്നു. ഭൂരിപക്ഷമാണ്, ഞങ്ങൾ ഇത്ര ലക്ഷമുണ്ട് എന്ന് ഏറെക്കുറെ അവർക്ക് അറിയാമായിരുന്നു. അധികാരത്തിൻ്റെ അവസ്ഥയിൽ പുറന്തള്ളപ്പെട്ടവരാണെന്നും ആ സംരംഭകത്വത്തിന് ഒരു സംഘടിത സ്വഭാവമുണ്ടായിരുന്നു. അത് പിന്നെ പോയി. അത് പോയത് എക്കാലം മുതലാണെന്നുള്ള പഠനങ്ങളുണ്ട്. അതൊക്കെ പോയി. അപ്പോൾ സംരംഭത്വത്തിനുണ്ടായിരിക്കണം, സാംസ്കാരികതയ്ക്ക് സാഹോദര്യമുണ്ടായിരിക്കണം, സമുദായത്തിന് വെളിയിലേക്കുള്ളതിന് രാഷ്ട്രീയത്തിലുണ്ടായിരിക്കണം, സമുദായത്തിൻ്റെ വെളിയിലുള്ളവരോടും ഉണ്ടായിരിക്കണം. നമ്മൾ ന്യൂനപക്ഷമാണ് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ഭൂരിപക്ഷത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കും എന്നതുപോലെയാണ് ബ്രാഹ്മണർ ന്യൂനപക്ഷമാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഭൂരിപക്ഷത്തെ വിഘടിപ്പിക്കുകയും ആ ഭൂരിപക്ഷത്തിനെ ഒരു മായിക ബോധത്തിലൂടെ കൂടെ നിർത്തിയിട്ട് എതിർ ശത്രുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ ന്യൂനപക്ഷമായിരിക്കുന്നവർ അവിടെ വിജയിച്ചു നിൽക്കും. ശരിയാണോ? നമ്മൾ ന്യൂനപക്ഷമാണ്, ശക്തി കുറഞ്ഞവരാണ് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ ഭൂരിപക്ഷത്തെ വിഘടിപ്പിക്കുവാനും ആ ഭൂരിപക്ഷത്തെ മറ്റെന്തെങ്കിലും പൊതുബോധത്തിലൂടെ നമ്മളുടെ കൂടെ നിർത്താൻ ശ്രമിക്കുകയും ഒരു പൊതുശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് അവർക്കെതിരെ തിരിച്ചു നിർത്താനും കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷമായിരിക്കുന്നവർ വിജയിക്കും. ബ്രാഹ്മണർ അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും തട്ടുതട്ടായി തിരിക്കുകയും ഇതിന് വെളിയിലൊരു ശത്രുവിനെ കണ്ടെത്താനും ശ്രമിക്കും. അതാണ് ഇസ്ലാമിനെതിരായ വികാരത്തിൻ്റെ അടിസ്ഥാനം.
ഇന്നത്തെ ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം അതാണ്. ബ്രാഹ്മണർ ന്യൂനപക്ഷമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വളരെ നേരത്തെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിലെ വിശ്വാസ പ്രമാണങ്ങൾ നിൽക്കുന്ന ആളുകളെ ഖണ്ഡം ഖണ്ഡമായി ജാതിയായി തിരിച്ചു നിർത്താൻ സഹായിക്കുന്ന എല്ലാ തന്ത്രങ്ങളും അവരുപയോഗിക്കും. ജാതിയെ മറികടക്കുന്ന എല്ലാ സാമൂഹിക അവസരങ്ങളെയും അവർ നിഷേധിക്കും. ജാതിയെ മറികടക്കുന്ന എല്ലാ സാമൂഹിക കാര്യങ്ങളെയും അവർ അവഗണിക്കും. ജാതി കള്ളത്തിനകത്ത് നിൽക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുകയും വിഘടിപ്പിക്കുകയും ഇവരെ മറ്റൊരു പൊതുബോധത്തിൽ കൂടെ നിർത്താനും ശ്രമിക്കുക. എന്താണ് മറ്റൊരു പൊതുബോധം? എല്ലാ കാലത്തും ഇങ്ങനൊരു പൊതുബോധമുണ്ട് കേട്ടോ. രാജവാഴ്ച കാലത്തും ഉണ്ട് അങ്ങനത്തെ ഒരു പൊതുബോധം. അത് രാജഭക്തിയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇക്കാലത്തെ പൊതുബോധം എന്ന് പറയുന്നത് ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പൊതുബോധമാണ്. അതിനെതിരായ ഒരു ശത്രുവിനെ അവതരിപ്പിക്കണം. അത് ന്യൂനപക്ഷമായിരിക്കുന്ന വിഭാഗത്തിൻ്റെ അധികാര ശ്രേണിയുടെ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരുടെ ആവശ്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഹിന്ദുത്വ ബോധത്തിൽ നിന്നുകൊണ്ട് ശത്രുവിനെതിരെ നമ്മൾ തിരിയും. നമ്മൾ ജനസംഖ്യയിൽ പെരുകി വരുന്നത് കണ്ടിട്ട് മന്നം പറഞ്ഞതാണ് യുവമാർക്ക് സംവരണവും അവസരമൊക്കെ കൊടുത്ത് ഭയങ്കര തെറ്റായിപ്പോയി. അതുകൊണ്ട് ഇവർ പന്നി പെരുകുന്ന പോലെ അങ്ങ് പെരുകുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇതെല്ലാം അനുവദിച്ചത് തെറ്റായിപ്പോയി എന്നാണ് ആ പറഞ്ഞത്. ഇന്ന് ആര് പറയുന്നു? അന്ന് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഇന്നത് ആര് പറയുന്നു? നമ്മൾ മറ്റവരെ നോക്കി പറയുകയാണ് അല്ലേ? നമ്മൾ ഭയങ്കര ചരിത്രബോധമുള്ളവരാണ്, നമ്മൾ നീതിബോധമുള്ളവരാണ്. പക്ഷേ മൂല്യബോധം, നീതിബോധം ഒക്കെ സമകാലീനമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ നമുക്ക് മറികടക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാഹോദര്യം എന്നത്. സമുദായത്തിനകത്തുള്ളവരോടുള്ള സമീപനം മാത്രം പോരാ, വെളിയിലുള്ള ആളുകളോടും വേണം. അതിന് ചരിത്രം നമുക്ക് സാക്ഷ്യമുണ്ട്. ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിൻ്റെ ജനിതകം പരിശോധിക്കാമെങ്കിൽ ഒരുപക്ഷെ ഈഴവരുടെ ജനിതകവുമായിട്ട് വലിയ സാമ്യം കാണും കേട്ടോ. ചിലത് ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെയുള്ള പഠനങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാവാം. അപ്പോൾ ഈഴവ സമുദായം പണ്ട് അവരെല്ലാം കൂടെ ആരാധന നടത്തിക്കൊണ്ടിരുന്ന അവരുടെ പള്ളിയിൽ നിന്ന് മുസ്ലിം മതം സ്വീകരിച്ചപ്പോൾ അവരുടെ ആരാധനാലയത്തെ അവർ പള്ളിയിൽ നിന്ന് വിളിച്ചു. അവർ നേരത്തെ അവിടെ നിലവിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആരാധനാലയത്ത് എങ്ങോട്ട് പോയോ അവിടെ അവർ നിലവിളക്ക് കത്തിക്കാൻ തുടങ്ങി. മുസ്ലിം സമുദായത്തിലെ ആരാധനാ കേന്ദ്രത്തിനും പള്ളിയിൽ നിന്നാണ്, ക്രൈസ്തവരുടെ ആരാധനാ കേന്ദ്രത്തിനും പള്ളിയിൽ നിന്നാണ്. കേരളത്തിൽ മാത്രം ഇല്ലേ? എന്താ കാര്യം? ഏതോ ചരിത്രത്തിൽ സഹോദരങ്ങളാണ് എന്നുള്ള ഒരു രക്തബന്ധത്തിൻ്റെ അംശം കിടപ്പുണ്ട്. സാഹോദര്യം ഇതര സമുദായത്തിനോടുള്ള സമീപനം കൂടി ആയിരിക്കണമെന്നുള്ളതിൻ്റെ ചരിത്രവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊത്തിരി കാര്യം ആ നിലയിൽ പറയാനുണ്ട്. എന്തായാലും ഈഴവ സമുദായത്തിൻ്റെ സാഹോദര്യം എന്ന് പറയുന്ന മനോഭാവം ഈഴവ സമുദായത്തിനകത്തെ വിവിധ വിഭാഗങ്ങളോട് മാത്രം കാണിച്ചാൽ പോരാ, മറ്റുള്ള വ്യക്തിയോട് മാത്രം കാണിച്ചാൽ പോരാ, മറിച്ച് ഇതര മതസ്ഥരോടും നമ്മൾ അത് കാണിച്ചിരിക്കണം. ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ്. കരുണാവാനായ അല്ലേ, അനുകമ്പാ ദശകത്തിൽ അങ്ങനെയൊരു വാക്കുണ്ട് അല്ലേ? കരുണാവാനായ നബി അല്ലേ? കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അനുകമ്പ ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ? അനുകമ്പാ ദശകം ഒന്ന് വായിച്ചു നോക്കണം. നബിയെപ്പറ്റി ഗുരു എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഇത് കരുണാവാനായ നബി
അനുകമ്പാദശകത്തിൽ പറയുന്ന കാര്യമാണത്. സാഹോദര്യം ഇതര മതസ്ഥരോട് മാത്രമല്ല, അവർ നമ്മുടെ ചരിത്രത്തിൻ്റെ, നമ്മളുടെ ജനതയുടെ ഭാഗമായിരുന്നെന്നുള്ള ചരിത്രപരമായ സപ്പോർട്ട് മാത്രമല്ല, നമ്മളെ ഈ നിലയിൽ ആധുനികവൽക്കരിക്കുന്നതിന് മുന്നേ നിന്ന യുഗപുരുഷൻ്റെ വാക്കുകളിലും ഓർമ്മപ്പെടുത്തലുകളിലും അതുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അത് സ്വീകരിച്ചു കൂടാ? അതിലേക്ക് തിരിച്ചു വന്നുകൂടാ? ആദർശത്തെ തിരിച്ചു പിടിക്കുക എന്തുകൊണ്ട് വന്നുകൂടാ? നിങ്ങൾ വേറൊരാളെ ശത്രുവായി കാണുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ശത്രുത ഉണ്ടാക്കുന്നത് ആരോടാണ്? നിങ്ങളോട് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ വേറൊരു മനുഷ്യനെ ഒരു തെറി വിളിക്കണമെന്ന് തോന്നിയാലേ അത് ഉണ്ടാകുന്നത് ആദ്യം എവിടെയാണ്? ഇന്ന് നമ്മുടെ മനസ്സിൽ തന്നെയാണല്ലേ. അപ്പം കളവ് ആരംഭിക്കുന്നതും മോശം സംസ്കാരം ആരംഭിക്കുന്നതും നമ്മുടെ ഉള്ളിലാണ്. നമ്മളോടാണ് ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുന്നത്, നമ്മളോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത് എന്നതുപോലെ അപരനോടും അത് കാണിക്കണമെന്നതുപോലെയാണ് ഇവിടെ ഒരു വിവേചനത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ഒരു വാള് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് മറ്റൊരാളെ ദ്രോഹിക്കുവാനും ചീത്ത വിളിക്കുവാനും അകറ്റുവാനും പാടില്ല എന്നുള്ളതാണ്. സാഹോദര്യം നമ്മളിൽ തന്നെ ഒരു നീതി എന്ന തായ്വേരിൽ നിന്ന് വളർത്തിയെടുക്കേണ്ടതാണ്. ഗുരു ഒട്ടേറെ കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ലാത്തതിൻ്റെ ദുരന്തം നമ്മളുടെ സമുദായം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഇന്നലെ ഇവിടെ എടുത്ത സംഭാഷണത്തിൽ നിന്ന് ഞാൻ മൂന്നാമത് കുറിച്ച കാര്യം കരുണ എന്നുള്ളതാണ്. നീതി എന്നുള്ളത് ജീവനെയാണ് ആസ്പദമാക്കുന്നത് എങ്കിൽ സാഹോദര്യം എന്നത് പിറവിയെയാണ് ആധാരമാക്കി എടുക്കുന്നത് എങ്കിൽ കരുണ എന്നതിനെ എന്ത് ആധാരമായാണ് എടുക്കുന്നത്? കരുണ ഉണ്ടാകണം എന്ന് നമ്മൾ പറയാറുണ്ട്. ജീവകാരുണ്യം, കരുണ എന്ന ആ ഒരു ബോധം നമ്മളുടെ വികാര സന്തുലനത്തിൽ നിന്നാണ്, വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നിന്നാണ്. വികാരമാണ്, വൈകാരികതയാണ് അതിൻ്റെ ബേസ്. മറ്റ് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെയും അവന് നമ്മളുടെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളതും അവൻ്റെ ജീവനെ കരുതലോടുകൂടി സ്വീകരിക്കണമെന്നുള്ളതും ഒരു സഹോദരനെ പോലെ പെരുമാറണമെന്നുള്ള ഇതിൽ നിന്നും ഒരു വൈകാരികമായ ആവിഷ്കാരമായി കരുണയെ നമ്മൾ കണ്ടെത്തണം. സാഹോദര്യത്തെയും കരുണയെയും നീതിയെയും ഭാവനാപരമായി ആവിഷ്കരിക്കുകയും ഭാഷയിലൂടെ സുന്ദരമായി കൈമാറുകയും ചെയ്താൽ അത് സാഹിത്യമായി. അല്ലേ? സാഹിത്യത്തിൽ വൈകാരികതയ്ക്ക് ഏറ്റവും ഭയങ്കര മുന്തിയ പങ്കുണ്ട്. മൂല്യങ്ങളെ പ്രച്ഛന്ന രൂപത്തിൽ ഭാഷാപരമായി സൗന്ദര്യാത്മകമായി ഭാവാത്മകമായി ആവിഷ്കരിച്ച് വരുമ്പോൾ നമ്മൾ ഈ മൂല്യങ്ങളെ എടുക്കാതെ, അതിൻ്റെ പഴത്തെ എടുക്കാതെ തൊലിയെ എടുത്തുകൊണ്ട് നമ്മൾ നടക്കും, കഥയെ എടുത്തുകൊണ്ട് നടക്കും. അതാണ് അവസ്ഥ. കേരളം സാഹിത്യ വായനയിലൂടെ ഏറ്റവും കൂടുതൽ സാഹിത്യ വായന നടത്തുന്ന ഒരു സമൂഹമാണ് കേരളം. സാഹിത്യത്തിൻ്റെ കഥ, കവിത, അല്ലേ? സോഷ്യൽ മീഡിയ വന്നതോടുകൂടി കവിത എഴുത്ത് ഇഷ്ടം പോലെ കവിത എഴുതുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ 3 കാര്യമാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി ഒന്ന് സമ്പുഷ്ടീകരിച്ചെടുത്ത വസ്തുത. നേരത്തെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ഇന്നലത്തെ ക്ലാസ്സോടുകൂടി കുറച്ചുകൂടി എനിക്കതൊന്ന് മോൾഡ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. എവിടെങ്കിലും എനിക്ക് സംസാരിക്കേണ്ടി വന്നാൽ ഈ 3 കാര്യങ്ങളെ സമ്പുഷ്ടീകരിച്ചെടുത്ത ചരിത്ര പഠന കോൺഗ്രസ്സിൽ നിന്നാണെന്ന് പറയാൻ കഴിയുന്ന വിധം എൻ്റെ പങ്കാളിത്തത്തിൽ നിന്ന് ഞാനൊരു പാഠം ആവിഷ്കരിച്ച 3 കാര്യമാണ് ഈ പറഞ്ഞത്. അത് ഈഴവ സമുദായ ചരിത്രത്തിലുണ്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ മൂല്യബോധത്തിലുണ്ട്, കൃതികളിലുണ്ട്.
ഈഴവ സമുദായത്തിൽ ഇന്ന് ഇല്ലാത്തതാണ്, അതുണ്ടാവേണ്ടതാണ്. നമ്മളെ മറ്റുള്ള ആളുകൾക്കെതിരായി തിരിച്ചുവിടുന്നതിനെതിരെയുള്ള ഒന്നാം തരം സർജറി ചെയ്യാനുള്ള ടൂളാണത്. ഈ മൂല്യബോധത്തിൻ്റെ സമുച്ചയത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നത്. ഈ സമുച്ചയത്തെ ആധുനിക ചിന്തയാൽ ആവിഷ്കരിച്ചെടുത്ത് സ്വാംശീകരിക്കുന്നതിലേക്ക് നമ്മൾ ഓരോ ഈഴവനും ചെല്ലുകയും മറ്റ് സമുദായത്തോട് ആ സമീപനം കാണിക്കുകയും ചെയ്താൽ ഈഴവ സമുദായം ഇനിയും ആധുനിക ജനാധിപത്യവൽക്കരണത്തിൻ്റെ മുന്നിൽ ചരിത്രത്തെ ആവിഷ്കരിച്ച് നിൽക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു ജനതയായിരുന്നു ഒരു കാലത്തെ ഈഴവർ. അന്ന് അവർക്ക് നട്ടെല്ലുണ്ടായിരുന്നു, അന്ന് അവർക്ക് സ്നേഹമുണ്ടായിരുന്നു, അന്ന് അവർക്ക് കരുണയുണ്ടായിരുന്നു. അവർ ചരിത്രത്തിൻ്റെ മുമ്പിൽ നടന്നു. വ്യാവസായിക വിപ്ലവം, വ്യാവസായികവൽക്കരണം, സാഹിത്യത്തിൻ്റെയൊക്കെ മൂലൂരിൻ്റെയൊക്കെ കഥയൊന്ന് വായിച്ചു നോക്കണം നിങ്ങൾ. ഞാൻ മൂലൂരിൻ്റെ നാട്ടിൽ നിന്ന് വരുന്നതാണ്. മൂലൂരിനെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എത്ര മൂലൂരില്ലെങ്കിൽ കുമാരനാശാനില്ല, അതാണ് പാഠം. ശക്തൻ തമ്പുരാൻ്റെ ശക്തൻ തമ്പുരാൻ്റെ ഭാരത സമാഹാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സാഹിത്യകാരന്മാരെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ സമീകരിച്ചുകൊണ്ട് എഴുതാൻ ഉദ്ദേശിച്ച കാവ്യത്തെയാണ് കാവ്യമെന്ന് വിളിച്ചത്. ഇതിനുവേണ്ടി ഒരു പരസ്യം ചെയ്യുകയും മനോരമയിൽ പരസ്യം ചെയ്യുകയും പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വായിച്ച മൂലൂർ മനോരമയിലൂടെ തന്നെ ഒരു കത്തെഴുതി ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, ഈഴവരിലെ സാഹിത്യകാരന്മാർ, കവിതകൾ എഴുതുന്നവർ, കഥ എഴുതുന്നവർ, ഇവരെ കൂടെ ഉൾപ്പെടുത്താമെന്ന് ശക്തൻ തമ്പുരാൻ പറഞ്ഞെങ്കിലും പിന്നീട് അതുണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് മൂലൂർ കവിരാമായണം എഴുതിയത്. കേട്ടിട്ടുണ്ടാവുമല്ലോ കവിരാമായണം. ആ കവിരാമായണ യുദ്ധത്തിൻ്റെ സാഹിത്യ ഉടച്ചുവാർക്കലിൻ്റെ മണ്ണൊരുക്കത്തിലൂടെയാണ്, തുറന്നുവിട്ട ആ വാതിലിലൂടെയാണ് കുമാരനാശാന് സ്വന്തം കഴിവും ശേഷിയും ഒക്കെ ഉണ്ട്, യാതൊരു തർക്കവുമില്ല. പക്ഷേ സാമൂഹികമായ അവസരം തുറന്നെടുക്കുന്നില്ലെങ്കിൽ എത്ര കഴിവുള്ളവരും പാറക്കല്ലിനടിയിൽ അകപ്പെട്ട വിത്തുപോലെ വളഞ്ഞായി പോകും. അതുകൊണ്ട് സാമൂഹികമായ അവസരങ്ങൾ തുറന്നെടുക്കാൻ വേണ്ടി അന്ന് ഈഴവർ ചരിത്രത്തെയും സാമ്പത്തിക ഘടകങ്ങളെയും അതുപോലുള്ള എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട് എങ്ങനെയാണോ ചരിത്രത്തിൻ്റെ മുമ്പിൽ നടന്നത്, ചരിത്രത്തെ സ്വാംശീകരിച്ചെടുത്ത് എല്ലാ മേഖലയിലും പുതുമകളെ സൃഷ്ടിച്ചെടുത്ത് ചരിത്രത്തെ നിർമ്മിച്ച് മുന്നോട്ട് പോകാൻ അവർ എങ്ങനെയാണോ മുന്നിൽ നിന്നത്, ബാക്കിയുള്ളവരെ പുറകെ നിർത്തിയെന്നല്ല, ഞങ്ങളുണ്ട്, നീയും തോളിൽ പിടിച്ചാണ്, അല്ലേ? സമയം ഒത്തിരി ആയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കൂടെ നിർത്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ചെഗ്വരയെ പറ്റി. നമ്മൾ വിപ്ലവകാരികളാണല്ലോ, അല്ലേ? ചെഗ്വരയെ പറ്റി. ചെഗ്വര ബൊളീവിയൻ കാടുകളിൽ, ഞാൻ 20 വർഷം മുമ്പ് ബൊളീവിയൻ ഡയറി വായിച്ചാണ് കേട്ടോ. ഞാനിങ്ങനെ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെയൊക്കെ പുറകെയായിരുന്നൊരു കാലത്ത്. ബൊളീവിയൻ ഡയറിയിൽ ചെഗ്വരയെ കാണാൻ ചെല്ലുന്ന ആളുകളെ ചെഗ്വര മുന്നേ നടക്കുകയും ബാക്കിയുള്ളവർ പുറകെ നടക്കുകയും ചെയ്തപ്പോൾ ചെഗ്വര അവിടെ നിൽക്കുകയും അവർ വന്നപ്പോൾ ഒരുമിച്ച് നടന്ന് നമുക്ക് ഒരുമിച്ച് നടക്കാം എന്ന് പറയുകയും ചെയ്തൊരനുഭവം വായിക്കുകയുണ്ടായി. ചരിത്രത്തിൽ താജ്മഹലിന് മുൻകൈ എടുത്ത ആളിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അവിടെ വീണ് ചത്തവരെയും കൊന്നവരുടെയും ചരിത്രമില്ല. ഉണ്ട്, പക്ഷെ എല്ലാവരും ചേരാതെ താജ്മഹൽ ആവില്ല. അതുകൊണ്ട്
മുന്നിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവുമെങ്കിലും മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരുടേതും കൂടി ആക്കിയെടുക്കുകയും ഒന്നിച്ചു നടക്കുകയും അവിടെ നമ്മൾ ആയിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ ചരിത്ര നിർമ്മിതിയുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ ശ്രീനാരായണ ഗുരു ചെയ്തതുകൊണ്ടാണ് ഈഴവർ ചരിത്രത്തിൻ്റെ മുന്നിൽ അന്ന് നടക്കാൻ കഴിഞ്ഞത്. അതേപോലെ ഇന്ന് നമുക്ക് ചരിത്രത്തിൻ്റെ മുന്നിൽ നടക്കാൻ കഴിയുന്ന അർഹതയുള്ളൊരു ജനതയാണ് ഈഴവർ. സാമൂഹിക ചലന സാധ്യത വളരെ കൂടുതലുള്ളൊരു ജനതയാണ്. അതുകൊണ്ട് തന്നെ ഈഴവരെ എന്തെല്ലാം പണ്ട് വിളിച്ചുവോ അതൊക്കെ ഈഴവരെ കൊണ്ട് തിരിച്ചു വിളിപ്പിക്കുകയും ഈഴവരെ എന്തെല്ലാം ഉപേക്ഷിച്ചുവോ അതെല്ലാം ഈഴവരെ കൊണ്ട് ചെയ്യിക്കുകയും ഈഴവരെന്തെല്ലാം അവകാശപ്പെട്ടു ചോദിച്ചുവോ അതെല്ലാം വേണ്ടെന്ന് സ്വയം പറയുകയും ചെയ്തുകൊണ്ട് ഈഴവരെ എങ്ങനെയാണോ തകർത്ത് മുന്നോട്ട് കളയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ വിഭവങ്ങളെ വീണ്ടെടുക്കുകയും നീതിബോധവും സാഹോദര്യവും കരുണയും കൂട്ടിച്ചേർത്തൊരു മൂല്യസമുച്ചയത്തിൻ്റെ ആവിയന്ത്രത്തിൽ നമ്മൾ സുസജ്ജരായാൽ നമുക്ക് ബോധ്യമായ ശരികൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരു അങ്ങ് മലയുടെ മണ്ടയിലൊക്കെ ഇരുന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറയാതെ ഇരുന്നായിരുന്നല്ലോ. ആത്മീയതയുടെ ബോധോദയത്തെ എനിക്ക് എൻ്റെ സുഖസൗകര്യങ്ങൾക്ക് എൻ്റെ നിർവൃതിക്കും വേണ്ടി ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ചിരുന്നെങ്കിലോ, സ്വയം പുണ്യമടഞ്ഞ് ഇരുന്നിരുന്നെങ്കിലോ, തനിക്ക് ബോധ്യമായ സ്വാതന്ത്ര്യത്തെ മറ്റുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അപരൻ എന്ന് മാറ്റി നിർത്തിയ ആളുകളെ കൂടെ ബോധ്യപ്പെടുത്തി എടുക്കുകയും ഈ ജനതയെ ചലനാത്മകമുള്ളതാക്കുകയും ചെയ്താൽ അതിനുവേണ്ടി നമ്മൾ എവിടെയെങ്കിലും ഒരു കുടിയിരുന്ന് പോരാ. ശ്രീനാരായണ ഗുരുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് പിന്നെ ഒരിടത്തിരിക്കാത്തതാണ് ഇല്ലേ? അപ്പോൾ ചോദിച്ചെന്താണ്? ആകാശത്തിലെ സൂര്യനെ നോക്കൂ, നക്ഷത്രങ്ങളെ നോക്കൂ, അതെവിടെയെങ്കിലും ഒരിടത്തിരിക്കുന്നു. നക്ഷത്രങ്ങളെ പോലെ സഞ്ചരിക്കുവാൻ, പ്രകാശിക്കുവാൻ, സൂര്യനെ പോലെ സഞ്ചരിക്കുവാൻ, അങ്ങനെ നമ്മൾ സഞ്ചാരത്തിൻ്റെ പ്രകൃതി അനുഭവങ്ങളെ സാംശീകരിക്കുകയും ജീവിതാനുഭവങ്ങളെ സാംശീകരിക്കുകയും സാഹോദര്യത്തെ ഉൾക്കൊള്ളുകയും ആധുനികതയുടെ മൂല്യസമുച്ചയത്തെ ഉൾക്കൊണ്ട കപ്പിത്താനാവുകയും ചെയ്താൽ ഇപ്പോഴും ഈഴവർ ചരിത്രത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ യോഗ്യതയുള്ള ജനതയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും രക്തത്തിൽ ഡോക്ടർ ജയപ്രകാശ് സാർ പറയുന്നത് പോലെ എല്ലാവരുടെയും രക്തത്തിൽ എല്ലാവരുടെയും ഞരമ്പുകളിൽ സവർണൻ ഒഴിച്ച മൂത്രമല്ല ഒഴുകുന്നതെന്നും നമ്മൾ കണ്ടത്തിൽ നിന്നും ഉരത്തിൽ നിന്നും പാദത്തിൽ നിന്നും ജനിച്ചതല്ല എന്നും നമ്മളുടെ തന്തയ്ക്ക് ജനിച്ചതാണെന്നും നമ്മളുടെ രക്തത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും നീതിയുടെയും രക്തമാണ് ഒഴുകുന്നത് എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ചരിത്രത്തിൻ്റെ മുന്നിൽ നടക്കാൻ കഴിയും എന്ന് മാത്രം ഈ ചരിത്ര കോൺഗ്രസ്സിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ കേൾക്കാൻ തയ്യാറായ നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.